ഞങ്ങൾ രണ്ടുപേരും കൂടെ ചാല മാർക്കറ്റ് ഒന്ന് കാണാൻ പോകാമെന്ന് ഓർത്തുകൊണ്ട് ഇറങ്ങിയതാട്ടോ. അവിടെ ചേട്ടൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു കടയുണ്ട്, വെങ്കടേശ്വര സിൽവർ ഒക്കെ നടത്തുന്ന വെള്ളിക്കടയാണ്. അവിടെ ഒന്ന് പോകാമെന്നൊക്കെ ഓർത്ത് ഇറങ്ങിയതാണ്. പക്ഷെ നടപടി ഉണ്ടായില്ല കേട്ടോ. ഞങ്ങൾ രാവിലെ ചെന്നപ്പോൾ ചാല മാർക്കറ്റാണ് ഈ കാണുന്നത്. ഇതിനകത്തെ തിരക്ക്, ഞങ്ങളറിയാതെ വണ്ടി അതിനകത്തേക്ക് കയറ്റുകയും ചെയ്തു. ഇറങ്ങിപ്പോരാനൊരു മാർഗവും ഇല്ലാത്ത അവസ്ഥയായി. അങ്ങനെ നിന്ന് മണിക്കൂറുകൾ കൊണ്ടാണ് ഞങ്ങളൊന്ന് മെയിൻ റോഡിലെത്തിയത്. ഇതിനകത്ത് കിട്ടില്ലാത്ത സാധനങ്ങളില്ല കേട്ടോ. ഒരു വശം മുഴുവൻ ഒരു ഭാഗം മുഴുവൻ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കടകളാണ്. പിന്നെ ചീര, പച്ചക്കറി, പലവ്യഞ്ജനങ്ങളെല്ലാം കിട്ടും. ഹോട്ടലുകളും ഒക്കെ ഉണ്ട്. ഒരു 2 ഹോട്ടൽ ഞങ്ങൾ കണ്ടു. നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്ക്. പൂക്കടയുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു ഇതിനകത്തോടെ നടന്നിട്ടുണ്ടല്ലോ. ഈ കടകളും കണ്ട് ആൾക്കാരെയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നമ്മളെല്ലാം മറന്നു പോകുന്ന ഒരവസ്ഥ എനിക്ക് തോന്നിയിട്ടോ. അതുപോലെ രസമുള്ള ഒരവസ്ഥയായിരുന്നു ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞപ്പം. എന്ത് തിരക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ചാല മാർക്കറ്റാണ്. അത് അടിപൊളിയാണ്. അപ്പം ഞാനപ്പോൾ ഓർത്ത് കോഴിക്കോട് മിഠായി തെരുവ് ഇങ്ങനെയൊക്കെയാണല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത്. ഇതെന്ത് തിരക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് തൊട്ടടുത്താട്ടോ പത്മനാഭസ്വാമി ക്ഷേത്രം. അവിടെ ഒന്ന് കയറാം, അതിൻ്റെ ഫ്രണ്ടിൽ കൂടെയൊക്കെ ഒന്ന് പോകാമെന്നൊക്കെ പറഞ്ഞായിരുന്നു പോയത്. പക്ഷെ നടപടി ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയ ഭാഗമാട്ടോ ഈ കണ്ടത്. ഇത് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ബസ് സ്റ്റാൻഡുണ്ട്. അത് ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന റോഡിൻ്റെ സൈഡിൽ തന്നെയാണ്. അപ്പം ഞങ്ങൾ ആ ബസ് പാർക്ക് ചെയ്യുന്നതിൻ്റെ സൈഡിൽ പോയി നിന്നതാട്ടോ. ഇത് കണ്ടോ, ഇതാണ് ചാല മാർക്കറ്റ്, തിരുവനന്തപുരത്തുള്ള. നല്ല രസമുണ്ട്, ഒന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ്. നമുക്കൊരു